നിങ്ങൾ മറവി കൂടുതലുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. നിത്യജീവിതത്തിൽ തിരക്കിനിടയിൽ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നാൽ ഒരു മൊബൈൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ പാസ്വേഡ്. മെയിൽ ഐ ഡി എല്ലാവർക്കും ഓർമ്മ കാണും, പക്ഷേ പാസ്വേഡ് പല ആളുകൾക്കും ഓർമ്മ കാണില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം 9 മെയിൽ ഐ ഡിയും പാസ്വേഡും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും മാത്രമാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ളത്. എന്നാൽ ഈ ഒരൊറ്റ മെയിൽ ഐ ഡിയും പാസ്വേഡിലൂടെ എനിക്ക് മറ്റുള്ള എല്ലാ മെയിൽ ഐ ഡിയും പാസ്വേഡും എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ, ഓർത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഏതാണ് ടെക്നിക്ക് ഉപയോഗിക്കുന്നത്, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം പ്രയോജനം ചെയ്യും ഭാവിയിൽ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ നിത്യജീവിതത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ പൈസ ആർക്കെങ്കിലും കടം കൊടുത്തത് നമ്മൾ എന്തായാലും ഓർമ്മ കാണും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പൈസയാണല്ലോ. നമ്മൾ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും പല ആളുകളും ഓർത്ത് വെക്കാറേയില്ല, മറന്നതായിട്ട് നടിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ നമ്മളിപ്പോൾ ആരിൽ നിന്നാണ് പൈസ വാങ്ങിയത്, ആ വ്യക്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുമ്പോൾ എത്ര ദിവസമായി നിന്നെ കാണാത്തത്, നീ എന്താ ഫോൺ വിളിച്ചാൽ എടുക്കാത്തത്, എന്തുകൊണ്ട് എൻ്റെ പൈസ നീ തിരിച്ചു തന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ വരെ ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാനത് മറന്നുപോയി, എന്തായാലും നാളെ നിനക്ക് തീർച്ചയായിട്ടും ഞാൻ ആ പൈസ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവ് കഴിവ് പറയാറുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. കൃത്യമായിട്ടും നിങ്ങൾ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് നമുക്ക് ഓർത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ആ ടെക്നിക്ക്, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കീപ് നോട്ട്സ് എന്നാണ്. ഓക്കെ, കീപ് നോട്ട്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിലെ തന്നെ കീപ് നോട്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണുന്നില്ല എങ്കിൽ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാകും. അതുപോലെ തന്നെ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അതിലൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, അതായത് സൈനപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ഞാൻ ഓൾറെഡി സൈനപ്പ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് ഫയലുകൾ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ താഴെ നമുക്ക് ഒരു പ്ലസ് ഐക്കൺ നൽകിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ ഓഡിയോ എന്ന ഓപ്ഷനാണുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫയലുകൾ, അതായത് ഓഡിയോ ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ആകും. അതിലെന്താണ് നിങ്ങൾക്ക് പറയേണ്ടത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സേവ് ആകും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി. ബാക്ക് വന്നാൽ ആ ഒരു ഫയൽ ഇവിടെ സേവ് ആകും. ഞാനിപ്പോൾ അത് സേവ് ആക്കിയിട്ടില്ല. വീണ്ടും അവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇമേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അല്ലെങ്കിൽ നിങ്ങളുടെ ചൂസ് ഇമേജ്, നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമേജ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇമേജ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജ്, ആ ഒരു ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് ആ ഒരു ഇമേജ് അപ്ലോഡായി. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാമെന്ന് കരുതുന്ന എല്ലാ ഇമേജും ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ സൂക്ഷിക്കാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നാൽ അവിടെ ആഡ് ആകും. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഡ്രോയിങ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ, വരച്ച് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പല കളറിൽ ഇതുപോലെ വരച്ച് സൂക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലെ പല കളറിൽ നിങ്ങൾക്ക് എഴുതി സൂക്ഷിക്കാനും സാധിക്കും. ഓക്കെ, ഇപ്പോൾ ചിത്രം വരക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ മനോഹരമായിട്ട് എഴുതി സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു നോട്ട്സ് പോലെ സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ആഡ് ആകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയത് നമുക്കിതുപോലെ ഓപ്പൺ ചെയ്ത് കാണാനും സാധിക്കും. ഓക്കെ, അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് വരികയാണ്. ഇവിടെ വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ലിസ്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പല ലിസ്റ്റുകളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനുള്ള ലിസ്റ്റ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തയക്കാനുള്ള ലിസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള ലിസ്റ്റ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഓരോ ലിസ്റ്റുകൾ ഇങ്ങനെ താഴെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് സൂക്ഷിക്കാം. എത്ര ലിസ്റ്റ് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇതുപോലെ സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ മറന്നു പോകുന്നു എന്ന് കരുതുന്ന ലിസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് സൂക്ഷിക്കാം. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. എന്തെങ്കിലും എഴുതി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ എഴുതി സൂക്ഷിക്കാം. അതുമാത്രമല്ല ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ ആഡായി.
ഇതിൽ ടെക്സ്റ്റ് മാത്രമല്ല നമുക്ക് പല വീഡിയോസിൻ്റെയും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെയും ലിങ്കുകൾ ഇതിലേക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഒരു വീഡിയോ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു, ഷെയർ കൊടുത്തു, ഇവിടെ കോപ്പി ലിങ്ക് കൊടുത്തു. ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിപ്പോൾ അവിടെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് ബാക്ക് വരെയാണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഇവിടെ ലോങ് പ്രസ് ചെയ്തു, പേസ്റ്റ് ചെയ്തു. അവിടെ ലിങ്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി. ബാക്ക് വന്നിട്ട് ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. ആ ഒരു ലിങ്ക് അവിടെ ആഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൽ പ്ലേ ചെയ്യാനും സാധിക്കും. ദാ ഏരോ മാർക്ക് ഉണ്ടല്ലോ ആ ലിങ്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നേരെ യൂട്യൂബിലേക്ക് പോയിട്ട് ആ ഒരു വീഡിയോ പ്ലേ ആകുകയാണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ലിങ്കാണ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക, അതിനുശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ മതി. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മറന്നു പോകുന്നു എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പല കാര്യങ്ങളും ഈ ഒരു കീപ് നോട്ട്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും നിങ്ങൾക്ക് ആഡ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഈ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങൾ ഏത് ഡിവൈസിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും അവിടെ കീപ് നോട്ട്സ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഫയലുകളും റിക്കവർ ചെയ്തെടുക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.